സംസ്ഥാനത്ത് ഇടിവ് തുടർന്ന് സ്വർണ്ണനിരക്ക്. സ്വർണ്ണവില ഉച്ചയ്ക്ക് ശേഷം വീണ്ടും കുറഞ്ഞു. ഗ്രാമിന് 120 രൂപ കുറഞ്ഞ 11,540 രൂപയായി. പവന് 960 രൂപയാണ് കുറഞ്ഞത്. വിവരങ്ങളുമായി ബീനാറാണി ചേരുന്നുണ്ട്. ബീനാറാണി, സ്വർണ്ണവിലയിൽ ആകെ ചാഞ്ചാട്ടമാണ്. എൻ്റെ പൊന്നെ, ഇതെങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിക്കേണ്ടി വരും. എന്താണ് ഈ സ്വർണ്ണവില ഇങ്ങനെ മാറിയും തിരിഞ്ഞും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്? ഈ ചാഞ്ചാട്ടത്തിന് പിന്നിൽ എന്താണ്? മാത്രമല്ല, ഏറ്റവും ഒടുവിലത്തെ സ്വർണ്ണവില അതെത്രയാണ്? സ്വർണ്ണവിലയിൽ അപ്രതീക്ഷിതമായാണ് ഇത്രയും വലിയൊരു ഇടിവ് സംഭവിക്കുന്നത്. ഏതാണ്ട് ഇന്നലെ രാവിലെ 97,360 രൂപയായിരുന്ന സ്വർണ്ണവിലയാണ് ഇപ്പോൾ 92,320 നിൽക്കുന്നത്. ഏതാണ്ട് 3,400 രൂപയോളം ഇന്നലെ ഉച്ചയ്ക്ക് ശേഷവും ഇന്ന് രാവിലെയും ഇന്ന് ഉച്ചയ്ക്ക് ശേഷവുമായി കുറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് മാത്രം പവന് 960 രൂപ കുറഞ്ഞു. ഗ്രാമിന് 11,540 രൂപയായി കുറഞ്ഞു. അതായത് ഒരു ഗ്രാമിന് 120 രൂപ കുറച്ചാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വിപണിയിൽ വ്യാപാരം നടക്കുന്നത്. അടുത്തെങ്ങും സ്വർണ്ണവില ഇത്ര വലിയൊരു ഇടിവിലേക്ക് എത്തിയിട്ടില്ലെന്ന് കാണാം. കുറെ കാലമായി സ്വർണ്ണവില ഉയർന്നു വരികയായിരുന്നു. കഴിഞ്ഞ 3-4 ദിവസങ്ങളായാണ് ചെറിയ തോതിൽ ഇടിവ് രേഖപ്പെടുത്തി ഇപ്പോൾ വലിയ ഡിഫറൻസിലേക്ക് അല്ലെങ്കിൽ വലിയ വ്യതിയാനത്തിലേക്ക് സ്വർണ്ണവില എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. എന്തായാലും രാജ്യാന്തര തലത്തിൽ നേരത്തെയൊക്കെ രാജ്യാന്തര തലത്തിലുള്ള സാമ്പത്തിക അനിശ്ചിതത്വം, അതുപോലെ തന്നെ രാജ്യാന്തര തലത്തിൽ നിലനിൽക്കുന്ന സംഘർഷങ്ങൾ, ഇവയൊക്കെ തന്നെയും സ്വർണത്തിലേക്ക് നിക്ഷേപകരെ ആകർഷിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. എന്നാൽ ഇതെല്ലാം മാറി വരുന്ന ഒരു സാഹചര്യം നിലവിൽ രാജ്യാന്തര തലത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്വർണത്തിലേക്ക് നിക്ഷേപിക്കുന്ന ആൾക്കാർ അതിൽ നിന്ന് പിന്മാറുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. അതുകൊണ്ട് സ്വർണത്തിന്റെ ഡിമാൻഡ് കുറയുന്ന ഒരു സാഹചര്യവും വരുന്നു. അങ്ങനെ വരുമ്പോൾ സ്വർണ്ണവില സ്വാഭാവികമായും ഇപ്പോൾ ഇടിവിലേക്ക് എത്തുകയാണ്. എന്തായാലും ഇസ്രയേലും ഹമാസ് വെടിനിർത്തൽ ധാരണയുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വന്നതും ഡോളർ വിനിമയ നിരക്കുമെല്ലാം തന്നെ സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നുണ്ട്. ഈ സ്വർണ്ണവില കുറഞ്ഞത് സംസ്ഥാനത്ത് വിപണിയിലും പ്രതിഫലിക്കുന്നുണ്ടെന്നാണ് വ്യാപാരികൾ പറയുന്നത്. വരും ദിവസങ്ങളിലും ഈ ചാഞ്ചാട്ടം തുടരും എന്ന് തന്നെയാണ് ഇപ്പോഴും ഈ വിപണി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. എന്തായാലും നേരത്തെ 1,00,000-അടുത്തേക്ക് എത്തുമെന്ന് കരുതിയെങ്കിലും ഏതാണ്ട് അതിനോടടുത്തെത്താറാകുമ്പോഴാണ് വലിയ ഇടിവ് രേഖപ്പെടുത്തി ഇത് സ്വർണ്ണവില താഴോട്ട് എത്തുന്നത്. 3,400 രൂപ 2 ദിവസത്തിനിടയിൽ തന്നെ കുറയുമെന്ന് പറഞ്ഞാൽ അത് വലിയ കനത്ത ഒരു ഇടിവാണ് വിലയിൽ ഉണ്ടായിട്ടുള്ളത്. ഇനിയും കുറയും എന്ന പ്രതീക്ഷയിലാണ് ഉപഭോക്താക്കളും ഒപ്പം തന്നെ സ്വർണ്ണ വ്യാപാരികളും.